യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ രൂപപ്പെട്ടതോടെ രാജ്യത്തിന്റെ പ്രതിരോധ സേനകളും അതീവ ജാഗ്രതയിലാണ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ കരസേനാ മേധാവി കശ്മീരിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഇതിനിടെ കശ്മീരിലെ വിവിധയിടങ്ങളിൽ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ജമ്മുകാശ്മീർ പോലീസും ആർമിയും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. ഇതിനിടെ പഹൽഗാം സംഭവത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച് തീവ്രവാദ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് രംഗത്തെത്തി. വിവരങ്ങളുമായി ടി ജി സജിത്താണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. സജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെയാണ്? അശ്വതി, അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അതിർത്തി മേഖലയിൽ ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ സേന പൂർണ്ണ സജ്ജമാണെന്ന അറിയിപ്പുകൾ നൽകുന്നത്. 3 സേനകളും കര, നാവിക, വ്യോമ സേനകളും പൂർണ്ണ സജ്ജമായ സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി തന്നെ ഇക്കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെ തന്നെ ഈ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളെ എവിടെ, ആരുടെ വീടുകളിലാണ് തെരച്ചിൽ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രീനഗർ പോലീസ് അല്പസമയം മുമ്പ് പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ജമ്മു കാശ്മീർ പോലീസ് ആ മേഖലയിലെ വീടുകളിൽ നടത്തിയ തെരച്ചിലിന് വീഡിയോ ദൃശ്യങ്ങളാണ്. ഈ തരത്തിൽ പല മേഖലകളിലും തെരച്ചിൽ നടക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു തീവ്രവാദ ഗ്രൂപ്പിന്റെ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണെന്നാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. നിരവധി തോക്കുകളും മറ്റ് ആയുധങ്ങളും അടക്കമാണ്, വെടിക്കോപ്പുകളും അടക്കമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ പലയിടങ്ങളിലായി വ്യാപകമായ തിരച്ചിൽ നടക്കുകയാണ്. അത് ജമ്മു കാശ്മീർ പോലീസിന്റെയും ഒപ്പം തന്നെ ആർമിയുടെയും സംയുക്ത സേനയാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടക്കുന്നത്. അനന്തനാഗ് ജില്ലയുടെ പല മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ ഒരു സംഘർഷം രൂപപ്പെട്ടതോടുകൂടി ജനങ്ങളും ആശങ്കയിലാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ശ്രീനഗറിലെ കശ്മീരിലെ അതിർത്തി മേഖലകളിൽ ബങ്കറുകളും മറ്റും ശക്തമാക്കി ജനങ്ങൾ കൂടുതൽ സുരക്ഷിതമായി ഇടങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. കാരണം ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇവരും സജ്ജമാവുകയാണ്. മുമ്പ് യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് ഈ ജനവാസ മേഖലയിൽ ഇത്തരം ബങ്കറുകളൊക്കെ ഒരുക്കി, വീടിനകത്തെ ബങ്കറുകൾ ഒരുക്കി അവിടേക്ക് ആളുകൾ മാറിയിരിക്കുന്നത്. ഇപ്പോഴും സമാനമായ സാഹചര്യം രൂപപ്പെടുന്നു എന്ന് ഗ്രാമവാസികൾ ഭയപ്പെടുന്നു. അതുകൊണ്ടുകൂടി തന്നെ ജനങ്ങൾ അത്തരം തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന ബങ്കറുകൾ വൃത്തിയാക്കി ശുചിയാക്കി അവിടേക്ക് മാറാനുള്ള ആലോചനകളും തയ്യാറെടുപ്പുകളുമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് കരസേനാ മേധാവി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ ദിവസം കശ്മീരിൽ കരസേനാ മേധാവി നടത്തിയ സന്ദർശന വിവരങ്ങളും മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങളും പങ്കുവച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാനമായ നീക്കങ്ങൾ തന്നെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി സജിത്. ഇന്ത്യക്കാരുടെ കഴുത്ത് വെട്ടുമെന്ന ഭീഷണിയുമായി ലണ്ടനിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥൻ. ഇന്ത്യൻ പൗരർ പാക് നയതന്ത്ര ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴാണ് പാക് ഉദ്യോഗസ്ഥന്റെ ഭീഷണി. ഇന്ത്യൻ സൈനികനായ അഭിനന്ദൻ വർദ്ധമന്റെ ചിത്രവും കയ്യിൽ പിടിച്ചാണ് പാക് ഉദ്യോഗസ്ഥൻ കഴുത്തുവെട്ടുമെന്ന് ആംഗ്യം കാണിച്ചത്. പുൽവാമ അറ്റാക്കിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ പിടിയിലായ അഭിനന്ദനെ ഇന്ത്യ മോചിപ്പിച്ചിരുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുണ്ടായ സ്ഫോടനത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ക്വറ്റയിലാണ് ആക്രമണം ഉണ്ടായത്. ബലൂച്ച് തലസ്ഥാനമായ ക്വറ്റയിലെ മാർഗ്രറ്റ് ചൌക്കിയിൽ സൈനിക വാഹനം IED ഉപയോഗിച്ച് തകർത്താണ് ആക്രമണം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം വിമതരുടെ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം കാലാട്ട് മേഖലയിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണം.